ഇനി അടുത്ത് ഐക്യരാഷ്ട്ര സംഘടനയുടെ അനുബന്ധ ഏജൻസികൾ. അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ. എല്ലാ തരത്തിലുള്ള വാർത്താവിനിമയ സംവിധാനങ്ങളും അന്താരാഷ്ട്ര തലത്തിലുള്ള നിയന്ത്രണം വഹിക്കുന്ന സംഘടനയാണ് അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ. ആദ്യകാല നാമം ഇന്റർനാഷണൽ ടെലിഗ്രാഫ് യൂണിയൻ. ഇന്റർനാഷണൽ ടെലിഗ്രാഫ് യൂണിയൻ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയനായി മാറിയത് 1932. ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ യുഎന്നിന്റെ പ്രത്യേക ഏജൻസിയായി മാറിയത് 1947. അന്താരാഷ്ട്ര വാർത്താവിനിമയ യൂണിയൻ അഥവാ ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ സ്ഥാപിതമായത് 1865 മെയ് 17. അതിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. അതിൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ഡോസി ബോഗ്ഡൻ മാർട്ടിൻ ആണ് അതിൻ്റെ നിലവിലെ സെക്രട്ടറി ജനറൽ. ഇനി അടുത്ത് അന്താരാഷ്ട്ര തപാൽ സമിതി. അന്താരാഷ്ട്ര തപാൽ സമിതി അഥവാ യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയൻ നിലവിൽ വന്നത് 1874 ഒക്ടോബർ 9. ലോക തപാൽ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ 9. അന്താരാഷ്ട്ര തപാൽ സമിതി ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായി മാറിയത് 1948. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആദ്യകാല നാമം ജനറൽ പോസ്റ്റൽ യൂണിയൻ എന്നായിരുന്നു. നിലവിലെ അംഗസംഖ്യ 192. യൂണിവേഴ്സൽ പോസ്റ്റൽ യൂണിയന്റെ ആസ്ഥാനം ബേൺ, സ്വിറ്റ്സർലാൻഡിലെ ബേൺ. അന്താരാഷ്ട്ര തപാൽ സമിതിയുടെ ഔദ്യോഗിക ഭാഷ ഫ്രഞ്ചാണ്. നിലവിലെ ഡയറക്ടർ ജനറൽ മസാഹിക്കോ മെറ്റോക്കിയാണ് നിലവിലെ ഡയറക്ടർ ജനറൽ. ഇനി അടുത്ത അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. തൊഴിൽ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുക, നയങ്ങൾ വികസിപ്പിക്കുക, എല്ലാ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും മാന്യമായ ജോലി പ്രോത്സാഹിപ്പിക്കുന്ന പരിപാടികൾ ആവിഷ്കരിക്കുക തുടങ്ങിയവയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ലക്ഷ്യം. ILO അഥവാ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം 1919. ILOയുടെ ആസ്ഥാനമാണ് ജനീവ. അതിൻ്റെ അംഗസംഖ്യ 187. ഐക്യരാഷ്ട്രസഭയുടെ ആദ്യത്തെ പ്രത്യേക ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേ ഒരു UN ഏജൻസിയാണ് അന്താരാഷ്ട്ര തൊഴിൽ സംഘടന. ത്രികക്ഷി ഭരണ സംവിധാനത്തിലെ പ്രതിനിധികൾ ഗവൺമെന്റ്, തൊഴിൽദാതാവ്, തൊഴിലാളി. അന്താരാഷ്ട്ര തൊഴിൽ സംഘടന ഐക്യരാഷ്ട്രസഭയുടെ പ്രത്യേക ഏജൻസിയായി മാറിയ വർഷം 1946. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1969. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ നിലവിലെ ഡയറക്ടർ ജനറലാണ് ഗിൽബർട്ട് F. ഹോങ്കോ. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ ആപ്തവാക്യം ഇഫ് യു ഡിസയർ പീസ് കൾട്ടിവേറ്റ് ജസ്റ്റിസ്. ഇഫ് യു ഡിസയർ പീസ് കൾട്ടിവേറ്റ് ജസ്റ്റിസ്. ഇനി അടുത്ത് ഭക്ഷ്യ കാർഷിക സംഘടന. പട്ടിണിയെ തോൽപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ നേതൃത്വം നൽകുന്ന ഐക്യരാഷ്ട്രസഭയുടെ ഒരു പ്രത്യേക ഏജൻസിയാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ. എല്ലാവർക്കും ഭക്ഷ്യസുരക്ഷ കൈവരിക്കുക, സജീവവും ആരോഗ്യപരവുമായ ജീവിതം നയിക്കുന്നതിനാവശ്യമായ ഉയർന്ന നിലവാരമുള്ള ഭക്ഷണം ആളുകൾക്ക് പതിവായി ലഭ്യമാക്കണമെന്ന് ഉറപ്പാക്കുക തുടങ്ങിയവ ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ലക്ഷ്യമാണ്. FAO അഥവാ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ നിലവിൽ വന്നത് 1945 ഒക്ടോബർ 16. FAOയുടെ ആസ്ഥാനമാണ് റോം. ലോക ഭക്ഷ്യദിനം ഒക്ടോബർ 16. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം രൂപം കൊണ്ട ആദ്യ ഏജൻസിയാണ് ഭക്ഷ്യ കാർഷിക സംഘടന. അന്താരാഷ്ട്ര കാർഷിക വികസന നിധി അഥവാ IFAD രൂപം കൊണ്ട വർഷം 1977. FAOയുടെ നിലവിലെ ഡയറക്ടർ ജനറൽ ക്യു ഡോങ്കു ആണ്. സംഘടനയുടെ ആപ്തവാക്യം ലെറ്റ് ദെയർ ബി ബ്രെഡ്. ഇനി ക്ലിയർ കട്ട് ബോക്സിൽ ലോക തപാൽ ദിനം ഒക്ടോബർ 9, ദേശീയ തപാൽ ദിനം ഒക്ടോബർ 10, ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ, ഐക്യരാഷ്ട്രസഭയിൽ അംഗത്വമുള്ള ഏറ്റവും ചെറിയ രാജ്യമാണ് മൊണാക്കോ. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സായി 2023 ആചരിക്കണമെന്ന് ലോക ഭക്ഷ്യ കാർഷിക സംഘടനയോട് ആവശ്യം പറഞ്ഞ രാജ്യമാണ് ഇന്ത്യ.